ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ, ഒരു ഗവൺമെൻറ് ജനങ്ങളുടെ ജീവിതത്തിൻ്റെ 4 മേഖലകളെയാണ് പരമമായി ആദ്യം സ്പർശിക്കുന്നത്. അതിലൂടെയാണ് ജനങ്ങൾ ഗവൺമെൻറ്റിനെ അറിയുന്നത്. അതിൽ തീർച്ചയായിട്ടും ആദ്യത്തേത് വിദ്യാഭ്യാസമാണ്, രണ്ടാമത്തേത് ആരോഗ്യമാണ്, മൂന്നാമത്തേത് ഗതാഗതമാണ്, നാലാമത്തേത് പൊതുവിതരണമാണ്. പോലീസ് എന്നൊക്കെ നമ്മൾ പറയും, അതൊക്കെ പിന്നെ സെക്കൻഡറി ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഈ 4 കാര്യങ്ങളിലൂടെയാണ് ഒരു ദൈനംദിന ജീവിതത്തിൽ നമ്മൾ നമ്മുടെ നിത്യജീവിതം എത്ര സുഗമമായി കടന്നു പോകുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. ഈ 4 മേഖലകളിൽ നിന്ന് പാടെ തകർന്നു കിടന്ന ഒരു സന്ദർഭത്തിലാണ് 2016 ഞാൻ LDF അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിച്ചത്. കാരണം പത്രപ്രവർത്തക എന്ന നിലയിലുള്ള എൻ്റെ അതിനു മുമ്പുള്ള ഒരു 13 വർഷത്തെ പരിചയത്തിൽ അക്കാലത്ത് കേരളത്തിൻ്റെ മാറി മാറി വന്ന ഗവൺമെൻറ്റുകളെയും അക്കാലത്തെ ഗവൺമെൻറ് സ്കൂളുകളെയും ആരോഗ്യാലയങ്ങളെയും റേഷൻ സംവിധാനത്തെയും ഒക്കെ നിങ്ങളിൽ ആരെക്കാളും കൂടുതൽ നേരിട്ട് കണ്ടും കേട്ടും മാറി മാറി വരുന്ന സാഹചര്യങ്ങളിൽ കണ്ടും കേട്ടും ഇടപെട്ടും മനസ്സിലാക്കിയതിൻ്റെ വെളിച്ചത്തിൽ ഞാൻ എപ്പോഴും തിരിച്ചറിയുന്നത്, ഇടതുപക്ഷം അധികാരത്തിലിരിക്കുമ്പോഴാണ് നമ്മുടെ സ്കൂളുകളും പൊതുവിദ്യാലയങ്ങളും ആരോഗ്യ ആശുപത്രികളും ഗവൺമെൻറ് ആശുപത്രികളും പിന്നെ KSRTCയും പിന്നെ റേഷൻ സമ്പ്രദായവും മെച്ചപ്പെടുന്നത്. അത് ഒരു വളരെ പ്രധാനപ്പെട്ട അത്രയൊക്കെ ഞാൻ ഇത്തവണയും 2016 ഞാൻ അത്രയൊക്കെ ആഗ്രഹിച്ചുള്ളൂ. ഞാൻ വിചാരിച്ചു ഒരു 5 കൊല്ലം കൊണ്ട് ഇവരെന്തെങ്കിലുമൊക്കെ കുറച്ച് പഴയതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു നന്മ ഉണ്ടാക്കി വയ്ക്കും, പിന്നെയും മറ്റുള്ളവർ വരും, കുറേ കുഴപ്പങ്ങളുണ്ടാവും, പിന്നെയും വരും. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു സംഗതി, 2016 വന്ന ഇടതുപക്ഷ ഗവൺമെൻറ് ഏറ്റവും കുറ്റമറ്റ, ഏറ്റവും പെർഫെക്റ്റ്, ലോകത്തിലെ ഏറ്റവും വലിയ, അങ്ങനെയൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷേ അവർ കൊണ്ടുവന്ന ഒരു ഭരണ സംസ്കാരത്തെ ഞാൻ വളരെ അഭിമാനത്തോടെയും വളരെ അത്ഭുതത്തോടെയും കാണുന്നു. ഇനിമേൽ ഒരു ഗവൺമെൻറ്റിന് ഉദാസീനമായോ അലക്ഷ്യമായോ ഈ സംസ്ഥാനം ഭരിക്കാൻ കഴിയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ, അതെന്തുകൊണ്ടാണ് വാഗ്ദാനങ്ങളാകുന്നത്, അതെങ്ങനെയാണ് ജനജീവിതത്തെ സ്പർശിക്കുന്നത്, അതിന് ഗവൺമെൻറ്റിനുള്ള പ്രതിബദ്ധത എന്താണ്, ജനങ്ങളോടുള്ള പ്രതിബദ്ധത എന്താണ് എന്ന് വ്യക്തമായി തുടങ്ങി വെച്ച ഒരു ഗവൺമെൻറ്റാണിത്. അതിൽ എനിക്ക് രാജീവ് സാറിനോടുള്ള പ്രത്യേകമായൊരു നന്ദിയുള്ളത്, 52 പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ 22 എണ്ണം ലാഭത്തിലാക്കി എന്നുള്ളതാണ്. അത് ഏത് കാലത്ത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഒന്നൊന്നായി വിറ്റ് തുലയ്ക്കുന്ന ഒരു സമ്പ്രദായം, അത് കോൺഗ്രസ് തുടങ്ങി വെച്ചൊരു സംഗതിയാണ്. BJP അത് വളരെ നന്നായി, അതുകൊണ്ടാണല്ലോ അരുന്ധതി റോയ് പറഞ്ഞത്, രാജ്യത്താകെ 4 പേരാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. 2 പേർ വിൽക്കുന്നു, 2 പേർ വാങ്ങുന്നു. വിൽക്കുന്നത് ആരാണെന്ന് അറിയാം, 2 പേർ ആരാണെന്ന് അറിയാം, വാങ്ങുന്നത് ആരാണെന്ന് നമുക്കറിയാം. ഇങ്ങനെ 2 പേർ വിൽക്കുന്നതും 2 പേർ വാങ്ങുന്നതുമായ ഒരു സാഹചര്യത്തിൽ 22 പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭത്തിലാക്കുന്നുണ്ടെങ്കിൽ അതിൽ നമ്മുടെ സംസ്കാരത്തിൻ്റെയോ നമ്മുടെ ചരിത്രത്തിൻ്റെയോ നമ്മുടെ കുട്ടിക്കാലത്തിൻ്റെയോ ഒക്കെ ഓർമ്മ പേറുന്ന കെൽട്രോൺ എന്ന ഒരു സ്ഥാപനം ഉണ്ടെങ്കിൽ ആ ഒരു സ്ഥാപനത്തിൻ്റെ പേരിൽ മാത്രം ഞാൻ രാജീവ് സാറിന് നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. അത് ക്രൈസിസ് മാനേജ്മെൻറ്റിന് ഏത് മുന്നണിയാണ് നല്ലതെന്ന് ചോദിച്ചാൽ നിങ്ങളിൽ എത്ര പേർക്ക് വേറൊരു മുന്നണിയുടെ പേര് പറയാൻ കഴിയും? ഈ ഒരു പൊതുമേഖലാ സ്ഥാപനം ലാഭത്തിലാക്കുമ്പോൾ അതുവഴി ഉണ്ടാകുന്ന വ്യത്യാസം എന്താണെന്ന് അറിയാമോ? സാമൂഹിക തലത്തിലുള്ള നേട്ടം എന്താണെന്ന് അറിയാമോ? നമ്മളിപ്പോൾ പറയും ഒരു ആനയുടെ വില എത്രയാണ്, ഒരു കാട്ടാനയുടെ വില എത്രയാണോ എന്ന് ചോദിക്കും. അതിൻ്റെ മാർക്കറ്റ് വാല്യൂ അത് എത്രയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. 50 ലക്ഷം എത്രയാണോ ആനയുടെ വില എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഒരു കാട്ടാനയുടെ വില എന്ന് പറയുന്നത് ആ പശ്ചിമഘട്ടത്തിലെ വനത്തിൻ്റെ എൻജിനീയറിങ്ങിനായി ആ ആന ചെലവഴിക്കുന്ന എനർജിയുടെ വിലയാണ്. അതുവഴി നമുക്ക് കിട്ടുന്ന കാലാവസ്ഥ, ജലം, ശുദ്ധവായു, ബാക്കി വിഭവങ്ങൾ, പ്രകൃതി വിഭവങ്ങൾ, പശ്ചിമഘട്ടം തടഞ്ഞു നിർത്തുന്ന മഴ എന്നിങ്ങനെ ഒരു വില കണക്കാക്കാൻ കഴിയാത്ത അമൂല്യമായ ഒരു വിഭവ ജനറേഷൻ അല്ലെങ്കിൽ ഒരു
ഒരു സാമ്പത്തിക ജനറേഷൻ തന്നെ ഉറപ്പുവരുത്തുന്ന ഒന്നാണ് ഒരു കാട്ടാന. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ വില എത്രയാണെന്ന് ചോദിച്ചാൽ കേവലം അവിടെ ജോലിയെടുക്കുന്ന 200-300 ആളുകളുടെ ജോലി സാധ്യത മാത്രമല്ല, അത് വിറ്റഴിക്കുന്ന ഉൽപ്പന്നങ്ങളിൽ നിന്ന് കിട്ടുന്ന ലാഭം മാത്രമല്ല, ഒരു പൊതുമേഖലാ സ്ഥാപനം ഇന്ത്യയുടെ ജനാധിപത്യത്തിൻ്റെ ഒരു ചെറിയ പ്രതീകം കൂടിയാണ്. കാരണം ഒരു പൊതുമേഖലാ സ്ഥാപനത്തിലെ ജോലിക്ക് റിസർവേഷൻ എന്ന് പറയുന്ന ഒരു സംഗതി, സംവരണ തത്വം ബാധകമാണ്. ഒരു പൊതുമേഖലാ സ്ഥാപനം ഇല്ലാതാകുമ്പോൾ നിങ്ങൾ തുടച്ചു കളയുന്നത് നമ്മുടെ ഭരണഘടനാ ശില്പികൾ സ്വപ്നം കണ്ട എല്ലാവർക്കും തുല്യതയുള്ള ഇക്വാളിറ്റിയും ഇക്വിറ്റിയുമുള്ള ഒരു സമൂഹത്തെക്കുറിച്ചുള്ള ഒരു വലിയ സ്വപ്നത്തിൻ്റെ ഒരു പടിയാണ്, ഒരു വലിയ ചില്ലയാണ്, ഒരു തായ്തടിയെയാണ്.